ആ രാജ്യത്തെ രാഷ്ട്രത്തലവൻ്റെ ഭാഗ്യ നമ്പറും അന്ധവിശ്വാസവും മാത്രമായിരുന്നു ആ രാജ്യത്തെ നോട്ട് നിരോധനത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയെപ്പോലെ പെട്ടെന്നൊരു ദിവസം ഒരു അർദ്ധരാത്രി നോട്ട് നിരോധിക്കുകയാണ്. ആ രാജ്യത്തെ രാഷ്ട്രത്തലവൻ്റെ അന്ധവിശ്വാസവും ഭാഗ്യ നമ്പറും തന്നെയായിരുന്നു. ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ ഭാഗ്യ നമ്പറിന് വേണ്ടി ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ദരിദ്രമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഈ ഭാഗ്യ നമ്പറിന് പിറകിൽ ദരിദ്രരായി മാറി. 1987 സെപ്റ്റംബർ 5 മ്യാൻമറിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള നേവിൻ ഒരു അർദ്ധരാത്രി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. രാജ്യത്തെ 25, 35, 75 നോട്ടുകൾ അർദ്ധരാത്രി വെറും പേപ്പർ കഷ്ണങ്ങളായി മാത്രം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യോതിഷി പറഞ്ഞു, താങ്കളുടെ ഭാഗ്യ നമ്പർ 9 എന്ന നമ്പറാണ് എന്ന്. അതിനാൽ അദ്ദേഹം പൊടുന്നനെ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. 9ൻ്റെ ഗുണിതമായ 45, 90 എന്നീ നോട്ടുകൾ മാത്രം ഇനി നിലനിർത്തിയാൽ മതി എന്ന്. അദ്ദേഹം സ്വന്തമായി എടുത്ത വിഡ്ഢിത്തരമായ തീരുമാനം രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ദരിദ്രരാക്കി മാറ്റി. രാജ്യത്തെ 75% ജനങ്ങളും ദരിദ്രരായി മാറി. പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ പോലും സമയം അദ്ദേഹം അനുവദിച്ചില്ല. രാജ്യത്തെ ജനങ്ങളുടെ 75% സമ്പാദ്യവും ഒരൊറ്റ രാത്രി വെറും പേപ്പർ കഷ്ണങ്ങളായി മാറി. വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് ആ രാജ്യത്തെ വലിയ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു. പല ഭരണാധികാരികളും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പലതും ചെയ്തു കൂട്ടുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഒരു ഭരണാധികാരിയും അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭരണം അത് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റേതായിരുന്നു എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമായിരുന്നു, യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്താൽ ഞാൻ എൻ്റെ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. ഇന്നത്തെ ലോകത്ത് ഇത്തരം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭരണാധികാരികൾ ഉള്ളിടത്തോളം കാലം രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ സമാധാനമായി ജീവിക്കും? നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.